പരാശക്തിയുടെ മനുഷ്യാവതാരവും ബ്രഹ്മദേവന്റെ മാനസപുത്രനാകുന്ന ദക്ഷപ്രജാപതിയുടെ പ്രിയപുത്രിയും ജഗത്കാരകനായ പരമേശ്വരന്റെ പ്രഥമ പത്നിയാകുന്ന ആദിമായ തൻ്റെ ജീവന്റെ പാതിയെ അപമാനിച്ചതിനാൽ സ്വജീവൻ ത്യാഗം ചെയ്ത പത്നി അവളാകുന്നു സതി. ധരണിയിൽ ജീവൻ ഉടലെടുക്കുക എന്ന കർമ്മത്തിനായി നിയോഗിതനായ മൂർത്തിയാകുന്നു ബ്രഹ്മദേവൻ. അദ്ദേഹം ത്രിമൂർത്തികളിൽ പ്രഥമ സ്ഥാനീയനുമാകുന്നു. ബ്രഹ്മദേവന്റെ പ്രജാസൃഷ്ടിയിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പിറവികൊണ്ട ബ്രഹ്മപുത്രനാകുന്നു ദക്ഷപ്രജാപതി. അദ്ദേഹം അസിഗ്നി എന്ന ദേവകന്യകയെയും സ്വയംഭൂമനുവിൻ്റെ പുത്രിയാകുന്ന പ്രസൂതിയെയും വിവാഹം ചെയ്തു. അവരിൽ അദ്ദേഹത്തിന് ധാരാളം സന്തതികൾ പിറവികൊണ്ടു. അവരെയെല്ലാം കശ്യപ പ്രജാപതി, ചന്ദ്രദേവൻ, യമദേവൻ തുടങ്ങുന്ന ധാരാളം പേർക്ക് വിവാഹം ചെയ്തു നൽകി. അങ്ങനെയിരിക്കെ ആദിപരാശക്തി തൻ്റെ പുത്രിയായി പിറക്കണമെന്ന് ആഗ്രഹം ദക്ഷപ്രജാപതിയിൽ ഉടലെടുത്തു. അദ്ദേഹം അത് പിതാവായ ബ്രഹ്മദേവന് മുൻപാകെ അറിയിച്ചു. അപ്പോഴേക്കും ബ്രഹ്മദേവൻ ഒരു നിർദ്ദേശം നൽകി. പുത്ര ദക്ഷ, നീ വിദ്യാപർവ്വത ശിഖരത്തിൽ ഇരുന്നു കൊണ്ട് ആദിപരാശക്തിയെ തപസ്സനുഷ്ഠിക്കുക. അത് പ്രകാരം ദക്ഷൻ തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംതൃപ്തിയായ ദേവി മഹാമായ ദക്ഷന് മുൻപാകെ പ്രത്യക്ഷയായി. ദക്ഷപ്രജാപതി തനിക്ക് വേണ്ട ആവശ്യം ദേവിയോട് പറഞ്ഞു. അത് പ്രകാരം പരാശക്തി തൻ്റെ ദ്വിതീയ പത്നിയായ സ്വയംഭൂമനുവിൻ്റെ പുത്രിയാകുന്ന പ്രസൂതിയുടെ ഉദരത്തിൽ ഒരു പെൺകുഞ്ഞായി പിറന്നു. അങ്ങനെ പ്രസൂതി ദേവിയുടെ ഗർഭകാലമെല്ലാം പൂർത്തിയായപ്പോൾ ആ കുഞ്ഞ് പിറവികൊണ്ടു. ദക്ഷപ്രജാപതി ആ കുഞ്ഞിന് സദ്ഗുണങ്ങൾ ഉള്ളവൾ എന്നർത്ഥം വരുന്ന സതി എന്ന് നാമകരണം ചെയ്തു. അവൾ പിൽക്കാലത്ത് ദക്ഷന്റെ ഏറ്റവും പ്രിയ പുത്രിയായി ദാക്ഷായണിയായി വളർന്നു. അവൾക്ക് വേണ്ടത്ര ശിക്ഷണങ്ങളെല്ലാം തന്നെ അദ്ദേഹം നൽകി അവളെ വളർത്തി. അങ്ങനെ ആ കുഞ്ഞു വളർന്നു. ഒരു യുവതിയായപ്പോൾ അവൾ അതീവ സുന്ദരിയായി മാറി. ആ കാലത്താകുന്നു അവൾ കൈലാസത്തിൽ വസിക്കുന്ന ഒരു വൈരാഗിയായ ശിവൻ എന്ന ജഡാധരനെ കുറിച്ച് അറിയുന്നത്. ശ്മശാനവാസിയാകുന്ന ഒരു അഘോരിയാകുന്നു അദ്ദേഹം. എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഭൂതപ്രേത പിശാചുക്കൾ നിലകൊള്ളുന്നു. തന്നെയുമല്ല, അദ്ദേഹം ദേവന്മാരുടെ ദേവനുമാകുന്നു എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും സതീദേവിയുടെ കർണങ്ങളിൽ എത്തി. പലതവണ ഈ അപൂർവ വ്യക്തിയെക്കുറിച്ച് ശ്രവിച്ചപ്പോൾ എപ്പോഴോ അദ്ദേഹത്തെ കാണണമെന്നൊരു തോന്നൽ മനസ്സിൽ ജന്മം കൊണ്ടു. പിന്നെ എപ്പോഴെന്നറിയില്ല, എപ്പോഴോ ആ ഒരു ആളോട് തനിക്ക് മറ്റാരോടും തോന്നാത്ത ഒരിഷ്ടം ഉള്ളിൽ ജന്മം കൊണ്ടു. ഒരു പക്ഷേ അത് തൻ്റെ ജീവൻ്റെ പാതിയും ശരീരത്തിൻ്റെ പാതിയുമായതുകൊണ്ടാവാം. മുൻപൊന്നും കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, വെറും കേട്ടറിവുകൾ മാത്രമുള്ള ഒരാളോട് ഇങ്ങനെയൊരു വികാരം തോന്നാൻ കാരണം എന്ത് തന്നെയായാലും ആ കന്യകയുടെ മനസ്സിൽ സർവസമയവും ശിവൻ മാത്രമായി. ഓർത്തെടുക്കുവാനൊരു രൂപം പോലും അറിയില്ല എങ്കിൽ പോലും അങ്ങനെ തൻ്റെ ജീവന്റെ അന്തസ്സത്ത തേടി അവൾ അലഞ്ഞു. എങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ അവൾക്കായില്ല. അങ്ങനെ കഴിയും കാലത്ത് പിതാവിൻ്റെ സദസ്സിലും ശിവന്റെ നാമം ഉയരുന്നു. അവൾ ഓടിച്ചെന്നു. അപ്പോഴേക്കും തൻ്റെ പിതാവ് ശിവനെ വളരെ വെറുപ്പ് കലർന്ന സ്വരത്തിൽ അധിക്ഷേപിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സും ശരീരവും തളർന്നു. താൻ പ്രണയിക്കുന്ന ഒരാളെ തൻ്റെ പിതാവ് വെറുപ്പുളവാകുന്ന തരത്തിൽ സംസാരിക്കുന്നുവോ?
തൻ്റെ പിതാവ് ശിവനെ വെറുക്കുന്നതിനുള്ള കാരണം അറിയുവാൻ സതീദേവി തീരുമാനിച്ചു. അങ്ങനെ ഒടുക്കം ഗുരുക്കന്മാരിൽ നിന്നും മാതാക്കളിൽ നിന്നും എല്ലാം തന്നെ ദേവി അത് മനസ്സിലാക്കി. അത് ഇപ്രകാരമാകുന്നു. പ്രപഞ്ചം ഉടലെടുത്ത കാലത്ത് ലിംഗരൂപത്തിൽ കുടികൊണ്ടിരുന്ന ശിവനിൽ നിന്നും ബ്രഹ്മ വിഷ്ണുമാർ പിറന്നു. എന്നാൽ അതീവ തേജസ്സോടു കൂടിയുള്ള ഈ അത്ഭുത രൂപത്തിൻ്റെ ആദിയും അന്ത്യവും അറിയുവാൻ ഇരുവരും മേൽപോട്ടും കീഴ്പോട്ടും പുറപ്പെട്ടു. മേൽപോട്ട് ശ്രീ ബ്രഹ്മാവും താഴേക്ക് ശ്രീ മഹാവിഷ്ണുവും യാത്രയായി. കോടിക്കണക്കിന് വർഷങ്ങൾ യാത്ര ചെയ്തിട്ടും ഇരുവരും ശിവലിംഗത്തിൻ്റെ അഗ്രം കണ്ടെത്താൻ കഴിയാതെ തിരിച്ച് പുറപ്പെട്ടിടത്തേക്ക് വന്നു. എന്നാൽ ബ്രഹ്മദേവനാകട്ടെ ഒരു നുണ പറഞ്ഞു. താൻ ശിവലിംഗത്തിൻ്റെ അഗ്രഭാഗം കണ്ടെത്തിയെന്ന്. എന്നാൽ അഹങ്കാരം നിമിത്തം നുണ ഉണ്ടാകുന്നു. അതിനാൽ തന്നെ പഞ്ചശിരസ് ഉള്ള ബ്രഹ്മാവിൻ്റെ 5ാമത്തെ ശിരസിൽ നിന്നും അഹങ്കാരം ഉടലെടുക്കുന്നു. അതിനാൽ തന്നെ ആ ശിരസ് മഹാദേവൻ ഛേദിച്ചു. അക്കാരണത്താൽ തൻ്റെ പിതാവിൻ്റെ ശിരസ് ഛേദിച്ച ശിവനോട് ദക്ഷന് വിദ്വേഷമായി. ഈ വിവരങ്ങൾ മനസ്സിലാക്കിയ ദാക്ഷായണി തൻ്റെ പ്രിയ പിതാവിൻ്റെ ശത്രുവായ ഒരു വ്യക്തിയോട് തനിക്കൊരിക്കലും പ്രണയമുണ്ടാകരുത്, ശത്രുത മാത്രമേ ഉണ്ടാകാവൂ, ഒരിക്കലും തൻ്റെ മനസ്സിൽ ഇനി ശിവന് യാതൊരു സ്ഥാനവും ഉണ്ടാകരുത് എന്ന് ദേവി തീരുമാനിച്ചു. എന്നാൽ ശിവന്റെ ശക്തി സ്വരൂപമാകുന്നു സതി. അതിനാൽ തന്നെ ശിവനും ശക്തിയും ഒന്നാവേണ്ടത് അത്യന്താപേക്ഷിതവുമാകുന്നു. സൃഷ്ടിയുടെ നടത്തിപ്പിനായി അതാണ് ഉത്തമം. തന്നെയുമല്ല, ശിവസന്താനം ജന്മം കൊള്ളേണ്ടത് അത്യന്താപേക്ഷിതവുമാകുന്നു. അതിന് കാരണം താരകാസുരനാകുന്നു. താരകന്റെ അക്രമവും കൂടിക്കൂടി വരുന്നു. അതിനാൽ തന്നെ ശിവനെയും സതിയെയും ഒന്നിപ്പിക്കുവാൻ ദേവഗണങ്ങൾ അത്യധികമായി പരിശ്രമിച്ചു. എന്നാൽ തൻ്റെ മനസ്സിൽ ശിവൻ എന്ന ചിന്ത ഉണ്ടാവരുത് എന്ന് എത്ര തീരുമാനമെടുത്താലും കൃത്രിമമായി സതിയുടെ ചിത്തത്തിൽ ശിവൻ കുടികൊണ്ടു. കാരണം ശിവനും ശക്തിയും ഒന്ന് തന്നെയാകുന്നു. സദാസമയവും ശിവചിന്ത മാത്രം. എങ്ങനെയും അദ്ദേഹത്തെ കണ്ടെത്തുവാൻ ഒരു മാർഗം അന്വേഷിച്ചുകൊണ്ട് ആ കന്യക അലഞ്ഞു. അപ്പോഴേക്കും വിന്ധ്യാപർവ്വത നിരയിൽ എത്തപ്പെട്ട സതി പരമ ശിവഭക്തനായ ദദീജി മഹർഷിയെ കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ സതി ആദ്യമായി ശിവനെ ദർശിക്കുന്നു. ശിവന്റെ ജ്യോതിർരൂപം. ആ ശിവലിംഗം സതീദേവി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ പള്ളിയറയിൽ സ്ഥാപിച്ചുകൊണ്ട് ശിവപൂജ നടത്തുകയും ചെയ്തു. അതുവരെ വൈരാഗിയായി കഴിഞ്ഞിരുന്ന, നിർവികാരമുള്ളവനായി ജീവിച്ച ശിവനിലും സദാ തൻ്റെ നാമം സതി ഉരുവിട്ടപ്പോൾ മറ്റൊരു കാലത്തുമില്ലാത്ത അനുഭൂതി ഭഗവാനിലും ഉടലെടുത്തു. അങ്ങനെ കഴിയും കാലത്ത് തന്നിലെ പാതിയെ ഇരുവരും കണ്ടുമുട്ടി. തൻ്റെ പ്രണയത്തെ എങ്ങനെ പിതാവിനോട് പറയും? തൻ്റെ പിതാവ് ഒരിക്കലും സമ്മതിക്കില്ല. തൻ്റെ പിതാവിൻ്റെ ശത്രുവാകുന്നു ശിവൻ എന്നുള്ള ചിന്ത സതീദേവിയിൽ സദാ ഉണ്ടായി. അങ്ങനെ കഴിയവേ ഒരിക്കൽ ദേവിയുടെ അറയിൽ എത്തിയ ദക്ഷപ്രജാപതി ആ കാഴ്ച കാണാൻ ഇടയായി. തൻ്റെ പ്രിയപുത്രി സതി തൻ്റെ മുഖ്യ ശത്രുവായ ശിവനെ ആരാധിക്കുന്നു. കോപിതനായ ദക്ഷപ്രജാപതി സതിക്ക് നേരെ ആക്രോശിച്ചു. എന്നാൽ സതീദേവി തൻ്റെ പ്രണയത്തിൽ ഉറച്ചു നിന്നു. തൻ്റെ സന്തതികളിൽ ഏറ്റവും പ്രിയമായവൾ തനിക്കിന്ന് ഏറ്റവും വെറുക്കപ്പെട്ടവളായി കഴിഞ്ഞിരിക്കുന്നു. ദക്ഷന്റെ കൊട്ടാരത്തിൽ സദാ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കൊട്ടാരവും അന്തരീക്ഷവും ആകെ ശോകമുഖമായിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ദക്ഷപ്രജാപതിയുടെ മുൻപാകെ അദ്ദേഹത്തിൻ്റെ പിതാവായ ബ്രഹ്മദേവനും അദ്ദേഹത്തിൻ്റെ പ്രിയമൂർത്തിയാകുന്ന വിഷ്ണു ഭഗവാനും ആഗതനായി. ദക്ഷന്റെ വാശിക്ക് അന്ത്യം കണ്ടെത്താനായി അവർ ഇരുവരും ഇങ്ങനെ അരുളി:
നീ ഒരിക്കലും മറക്കരുത് ദക്ഷ, സതി ആരാണെന്നുള്ളത്, അവളുടെ ഉറവിടം എവിടെയാണെന്നുള്ളത്, അവളുടെ സത്വം എന്താണെന്നും. നീ എത്ര കണ്ട് നിരസിച്ചാലും അവൾ അവളുടെ പൂർണ്ണതയിലേക്ക് തിരികെ പോകും. അത് അങ്ങനെ സംഭവിക്കേണ്ടത് അനിവാര്യമാകുന്നു. സൃഷ്ടിയുടെ നടത്തിപ്പിനായി അത് അത്യന്താപേക്ഷിതവുമാകുന്നു. അതിനാൽ തന്നെ മഹാദേവനും സതിയുമായുള്ള വിവാഹം എത്രയും വേഗം തന്നെ നീ നടത്തേണ്ടതാകുന്നു എന്നിരുവരും പറഞ്ഞു. അവർ ഇരുവരുടെയും സമ്മർദ്ദത്തിൽ വെറുപ്പോടെയാണെങ്കിലും ദക്ഷന് സമ്മതിക്കേണ്ടതായി വന്നു. അങ്ങനെ വിവാഹ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. സർവാലങ്കാര വിഭൂഷിതയായി സതീദേവി. മഹാദേവനാവട്ടെ ശരീരമാസകലം ചുടലഭസ്മം അണിഞ്ഞു. അഘോരികൾ അണിനിരക്കുന്ന വിവാഹ ഘോഷയാത്ര അകമ്പടി സേവിച്ചു. നയന മനോഹരമായ നന്ദിവാഹനത്തിൽ ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് ആഗതനായി മഹാദേവൻ. മഹാദേവന്റെ വേഷഭൂഷാദികൾ കണ്ട് ദക്ഷ പ്രജാപതിയുടെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള വിദ്വേഷം അതിൻ്റെ പരിധി ലംഘിച്ചു. അങ്ങനെ സർവ ദേവ രാക്ഷസ യക്ഷ കിന്നര നാഗ ഗന്ധർവന്മാർ അണിനിരന്നു. അതല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് ചുരുങ്ങി എന്ന് പറയുന്നതാകും കൂടുതൽ അഭികാമ്യം. അങ്ങനെ ആ വിവാഹം സാധ്യമായി. വധു വരനോടുകൂടി വിവാഹഘോഷയാത്രയിൽ തിരികെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ സന്തോഷമായി കഴിഞ്ഞു. അപ്പോഴും ശിവനോടുള്ള പകയിൽ വെന്തുരുകുകയായിരുന്നു ദക്ഷൻ. എങ്ങനെയും ശിവനെ അപമാനിക്കുക എന്ന ഉദ്ദേശം മാത്രം. അതിനായി ദക്ഷപ്രജാപതി കണ്ടെത്തിയ മാർഗമായിരുന്നു ബൃഹസ്പതി സവനം എന്ന മഹായാഗം. അതിനായി ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ശിവനും സതിയും ഒഴികെയുള്ള സകലരും ക്ഷണിക്കപ്പെട്ടു. അതറിഞ്ഞ സതീദേവി തൻ്റെ പതിയെ തൻ്റെ പിതാവ് അവഹേളിക്കുന്നു എന്ന് മനസ്സിലാക്കി. കോപാകുലയായി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടാൻ തുനിഞ്ഞു. എന്നാൽ വരാനിരിക്കുന്ന ദുരന്തം ജഗത്പാലകന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം തൻ്റെ പ്രിയയോട് പോകരുത് എന്ന് പറഞ്ഞു, വിലക്കി. എന്നിരുന്നാലും തൻ്റെ പിതാവ് തൻ്റെ പതിയെ നിന്ദിക്കുന്നത് ആ പത്നിക്ക് സഹിക്കാനാവുന്നതിലും ഏറെയായിരുന്നു. പതിയെ ജീവനായി കരുതുന്ന ഏതൊരു സ്ത്രീക്കും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നത് പരമാർത്ഥം. അങ്ങനെ ദേവി പുറപ്പെട്ടു. പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. സതിയെ കണ്ട ദക്ഷൻ ഒരു മനുഷ്യജീവി എന്ന പരിഗണന പോലും നൽകിയില്ല. എങ്കിലും സതി കാര്യമാരാഞ്ഞു. അപ്പോഴേക്കും ഒരു പുത്രിയോട് ഒരു പിതാവും പറയാൻ പാടില്ലാത്ത അത്ര അപമാനിതമാകുന്ന രീതിയിലുള്ള സ്വരം അദ്ദേഹം ഉയർത്തി. തന്നെയുമല്ല, തൻ്റെ പ്രിയ മഹാദേവനെയും അദ്ദേഹം അപമാനിക്കുന്നു. തന്നെ പറയുന്നത് കേട്ട് നിൽക്കുവാൻ അവൾക്ക് ത്രാണിയുണ്ട്. എന്നാൽ അദ്ദേഹത്തെ അപമാനിക്കുന്നത് കേൾക്കാൻ അവൾക്ക് കഴിയില്ല. തൻ്റെ പിതാവിൻ്റെ മുൻപിൽ സർവരെയും സാക്ഷിയാക്കി തൻ്റെ പതിക്കായി കത്തിയമരുന്ന അഗ്നിയുടെ കരങ്ങളിലേക്ക് തന്നെ സ്വയം അർപ്പിച്ചു ദാക്ഷായണി. തൻ്റെ പതിക്കും തൻ്റെ പിതാവിൻ്റെ വാശിക്കും താൻ സ്വയം എരിഞ്ഞടങ്ങി. എന്നിരുന്നാലും തൻ്റെ പ്രിയൻ്റെ താങ്ങാവാൻ, അവൻ്റെ പൂർണ്ണതയാകുവാൻ അവൾക്ക് അധികകാലമൊന്നും വേണ്ടിയിരുന്നില്ല. തൻ്റെ പ്രണയ സാക്ഷാത്കാരമായി അവൾ പിന്നീട് പുനർജനിച്ചു. പർവ്വതരാജനായ ഹിമവാന്റെയും മേനാവതിയുടെയും പുത്രിയായി പാർവതിയായി. പ്രണയപൂർത്തീകരണമായി സതി പാർവതിയായി എന്നും ശിവന്റെ ശക്തിയായി മരുവന്നു, അതിരില്ലാത്ത കാലത്തോളം.